പവിത്രം 25-ാമത്തെ എപ്പിസോഡ്. വേദ കുഞ്ഞിനെയും കൂട്ടി തറവാട്ടിലേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ വേറൊരു വീടാണ് ഉള്ളത്. ഗൗരി ചോദിച്ചു, ഇതാരുടെ വീടാ അമ്മേ? വേദ പറഞ്ഞു, അറിയില്ല എന്ന്. ഇതിനു മുൻപ് ഇവിടെ വേറൊരു വീടായിരുന്നു. ഗൗരി, അത് അമ്മയുടെ വീടാണോ? വേദ ആണ് എന്ന് പറഞ്ഞു. അവിടെയുള്ളവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? മോൾ ചോദിച്ചു. വേദ അറിയില്ല എന്ന് പറഞ്ഞു. തരുൺ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് വേദ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോയതിൽ. അമ്മയോട് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എവിടേക്ക് പോകണമെന്ന്? അമ്മ പറഞ്ഞു ഇപ്പോൾ വരുമെന്ന്. അമ്മ പറഞ്ഞിട്ട് എത്ര നേരമായി? സമയം 6:30 ഇനിയും കാണാനില്ല. പോലീസിൽ പരാതി കൊടുക്കേണ്ടി വരുമോ വേദയെയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പറഞ്ഞ്? തരുൺ, കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എന്താണെന്ന് അമ്മയ്ക്കറിയില്ലേ? അമ്മ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേദയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. തരുൺ, എന്ത് ഉത്തരവാദിത്തം? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കെന്താ നഷ്ടം? കുഞ്ഞിനെ നോക്കാൻ വന്ന അവൾ വീടിൻ്റെ ഒരു ഭാഗമായി. അല്ലാണ്ട് എൻ്റെ കുഞ്ഞും അവളും തമ്മിൽ എന്തു ബന്ധം? അമ്മ പറ. അപ്പോഴേക്കും കുഞ്ഞും വേദയും തിരിച്ചെത്തി. അമ്മ തരുണിനോട്, കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടരുത്. ഗൗരി തരുണിനെ കണ്ടയുടൻ കെട്ടിപ്പിടിച്ച് അച്ഛ എന്ന് വിളിച്ചു. തരുൺ, മോൾ എങ്ങോട്ടാ പോയത്? അമ്മ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അച്ഛ. സേതുലക്ഷ്മി മോളെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. തരുൺ വേദയോട് പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് ഇനി തനിച്ചു പോകരുത്, അത് എനിക്കിഷ്ടമല്ല. വേദ, ഞാനല്ലേ കുഞ്ഞിനെ കൊണ്ടുപോയത്, അവൾ എൻ്റെയും കൂടെ കുഞ്ഞല്ലേ? തരുൺ പറയുന്നുണ്ട്, അല്ല, അവൾ എൻ്റെ മാത്രമാണെന്ന്. വേദ ഒരു സമയത്ത് കുഞ്ഞിനെ നോക്കാമെന്നതാണ്, പിന്നീട് വീടിൻ്റെ ഒരു ഭാഗമായി. അവൾ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി. അത് ഞാൻ തടുത്തില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് പെറ്റമ്മയുടെ സ്ഥാനം ആവില്ല വേദയ്ക്ക്. തരുൺ വേദയോട്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം. നീ റെയ്ഡ് നടത്തിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ എൻ്റെ മോൾ അനുഭവിക്കുന്നത്. മോളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിക്കും ഞാൻ തയ്യാറാവില്ല. വേദ ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ തയ്യാറാവുമെന്ന് തരുണിന് തോന്നുന്നുണ്ടോ? വേദ, അവളുടെ മനസ്സൊന്ന് വിങ്ങിയാൽ അത് എനിക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് തരുണിനറിയാമോ? സേതുലക്ഷ്മി അപ്പോഴേക്കും വേദേ എന്ന് വിളിച്ചു. വേദ അകത്തോട്ട് കയറിപ്പോയി. സേതുലക്ഷ്മി തരുണിനോട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് വഴക്കിടരുത്. അവൾ ഒരിക്കലും ഇത് കാണാൻ ഇടവരരുത്. അമ്മ തരുണിനോട്, കുഞ്ഞ് നിൻ്റെയായിരിക്കാം, പക്ഷേ മോൾ വളർന്നത് വേദയുടെ നെഞ്ചിൽ കിടന്നാണ്. നിനക്ക് മോളെ ഒറ്റയ്ക്ക് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷേ അതിന് നന്ദികേട് കാണിക്കരുത്. എല്ലാത്തിനും ദൈവം ഒരാൾ സാക്ഷിയുണ്ട്, അത് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അകത്തേക്ക് പോയി. വേദ റൂമിൽ വിഷമിച്ചിരിക്കുന്നു. അവിടേക്ക് അമ്മ ചെല്ലുന്നു. ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മോളെ വിലക്കിയത്. അവൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിക്കണ്ടേ? വേദ, അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കണ്ടേ? അമ്മ വേദയോട്, മക്കൾക്ക് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ. നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ അവൻ ഇത്രയും ബഹളം വെക്കുന്നത്. നീ എന്താണ് അവനോട് പറയാൻ പോയെന്ന് നീ ഓർക്കുന്നുണ്ടോ? അത് നിന്റെ കുഞ്ഞിനെ ബാധിക്കില്ലേ? നീ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ അവൻ്റെ മനസ്സ് കലങ്ങുമായിരിക്കും. ഇനി അവന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ സമാധാനിക്കും, എൻ്റെ വിധിയാണെന്നോർത്ത്, അമ്മ പറഞ്ഞു. അതിൻ്റെ ഒപ്പം ഗൗരിമോളുടെ മനസ്സും കലങ്ങിപ്പോവും. അത് വേദയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മ വേദയോട്, സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ നീ ചതിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. ഇത്ര നാളും നീ കാത്തിരുന്നില്ലേ, ഇനി കുറച്ചുകൂടെ കാത്തിരുന്നുകൂടെ? മോൾ വലുതാവുന്നവരെയെങ്കിലും. ഇനി ഈ വീട്ടിൽ വെച്ച് ഇങ്ങനെയുള്ള വർത്തമാനം വേണ്ട. ഗൗരിമോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. തരുൺ ആൻഡ്രൂസിനെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നു. തരുൺ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് മോളെ നോക്കാൻ ഒരാൾ വേണം. ഞാനും ഭാര്യയും തിരുനെൽവേലിയിലാണ്. ആഴ്ചയിലൊരിക്കലേ വീട്ടിൽ വരുള്ളൂ. അമ്മയും മോളും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. മോളുടെ കൂടെ ഫുൾ ടൈം ഒരാൾ വേണം. ആൻഡ്രൂസ്, അതിന് ഏജൻസിയെ വിളിച്ച് പറഞ്ഞാൽ പോരെ? അത് പോരാ, എനിക്ക് വിശ്വസ്തനായ ഒരാളാണ് വേണ്ടത്. ആൻഡ്രൂസ് നോക്കട്ടെ എന്ന് പറഞ്ഞു തരുൺ തിരിച്ചുപോയി. ആൻഡ്രൂസ് വിക്രമിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നു. കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണം. വിക്രം, വീണ്ടും ഗുണ്ടാപ്പണിയാണല്ലേ? ആൻഡ്രൂസ്, അങ്ങനെയല്ലടാ,
അങ്ങനത്തുള്ള ജോലിയൊന്നും നിനക്ക് ഞാൻ ആക്കി തരില്ല. ഇത് നല്ല കൂട്ടരാണ്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞത്. നിനക്കും അതൊരു സഹായകമാവും. നീ ഈ താടി മുടിയൊക്കെ വെട്ടി വൃത്തിയായി ഇരിക്കാൻ പറഞ്ഞു. വിക്രം വീട്ടിലേക്ക് എത്തുന്നു. അച്ഛൻ, ആൻഡ്രൂസിനെ കണ്ടു അച്ഛാ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. എന്ത് ജോലിയാണ്? ഒരു കുഞ്ഞിനെ നോക്കാൻ ബോഡി ഗാർഡ്. അച്ഛൻ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്. അത് വേണോ? ഇനിയും അങ്ങോട്ടേക്ക് തന്നെ തിരിയണോ? വിക്രം, ഇത് പോലീസ് ഓഫീസറുടെ വീട്ടിലേക്കാണ്. അത് നമുക്ക് ഗുണേ ചെയ്യുള്ളൂ. പക്ഷേ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. വെള്ളിയാഴ്ച മാത്രമേ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തമിഴ്നാട്ടിലാണ്. അവർ വെള്ളിയാഴ്ച വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരം പോയാൽ മതി. പക്ഷെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ആമി അവിടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? മോന് ജോലി കിട്ടി എന്ന് പറഞ്ഞു. എന്താ ജോലി? വിക്രം പറഞ്ഞു. പല സ്ഥലത്തായിട്ടാണ്. ചിലപ്പോൾ റോഡിൽ, ചിലപ്പോൾ മാളിൽ, ചിലപ്പോൾ സ്കൂളിൽ. വെറുതെ ഇരിക്കേണ്ടി വരില്ലല്ലോ. നിങ്ങൾ ഇരിക്കേ, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ആമി അകത്തോട്ട് പോയി. ഓക്കെ, ബൈ.